സുഹൃത്തുക്കളെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് നമ്മൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്വീകരിച്ച ചില സമീപനങ്ങളെക്കുറിച്ച് എന്നോട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള പലരും എന്നോട് പറഞ്ഞു, രാജൻ ചെയ്യുന്നത് മാധ്യമപ്രവർത്തനമല്ല, രാജൻ ഓരോ മണ്ഡലത്തിലും ഒരു ക്യാമ്പയിനാണ് നടത്തുന്നത് എന്നുള്ളത്. സത്യമാണ്, 20 മണ്ഡലങ്ങളിലും ഞാനൊരു ക്യാമ്പയിൻ്റെ സ്വഭാവത്തിലാണ്, അല്ലാതെ അവിടുത്തെ കാര്യങ്ങൾ വിലയിരുത്തുകയല്ല ചെയ്തിട്ടുള്ളത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൽ തന്നെ ഇന്നലെ, അത് ആ സമയത്ത് പറഞ്ഞതാണ്. ഇന്നലെ എൻ്റെ 2 സുഹൃത്തുക്കൾ കൂടി ഉണ്ടായിരുന്നു. കുറേ നേരം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു, ഫ്ലാറ്റിലുണ്ടായിരുന്നു, സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യം, രാജൻ എവിടെ നിൽക്കണമെന്നുള്ളത് രാജനെ അറിയില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം? അപ്പോൾ ഇവർ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, പല മണ്ഡലങ്ങളിലും പല നിലപാടെടുത്തത്, പല പാർട്ടികളോടൊപ്പമാണ്. ഏതെങ്കിലും ഒരു പാർട്ടിയോട് ചായ്വുണ്ടെങ്കിൽ അതിനനുസരിച്ചല്ലേ നിൽക്കേണ്ടത്. എനിക്കൊരു പാർട്ടിയോട് ചായ്വില്ലാന്നേ ഇവർ പറഞ്ഞത് സത്യമാണ്, ഞാൻ സമ്മതിച്ചു. എനിക്കൊരു പാർട്ടിയോട് പ്രത്യേകിച്ച് ചായ്വില്ല. 4 മണ്ഡലങ്ങളിൽ ഞാൻ 4 മണ്ഡലങ്ങൾ ഒഴിച്ച് 16 മണ്ഡലങ്ങളിൽ ഞാൻ UDFൻ്റെ കൂടെ നിന്നത്. ആലത്തൂർ മണ്ഡലത്തിൽ CPMൻ്റെ കൂടെ നിന്നു. വയനാടും തൃശ്ശൂരും CPI ജയിക്കണം എന്ന് ആഗ്രഹിച്ച്, വയനാട് CPI ജയിക്കില്ല എന്നറിയാം, പക്ഷേ CPIയുടെ ആനിയ രാജയ്ക്ക് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചു. ജയിക്കില്ല എന്നുള്ളത് നമുക്ക് 100% ഉറപ്പായിരുന്നു. ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തൃശ്ശൂർ സുനിൽകുമാർ ജയിക്കണം എന്ന രീതിയിൽ വളരെ ആത്മാർത്ഥമായി തന്നെ, പ്രത്യേകിച്ചും സുരേഷ് ഗോപി പരാജയപ്പെടണം എന്നുള്ളത്. പക്ഷേ ഞാനവിടെ പറഞ്ഞിരുന്നു മുരളീധരൻ 3ാം സ്ഥാനത്ത് പോകുന്നുള്ളത് പറഞ്ഞിരുന്നു. ആലത്തൂർ കെ രാധാകൃഷ്ണൻ ജയിക്കുമെന്ന് പ്രവചിച്ചിരുന്നു. തിരുവനന്തപുരത്തും തൃശ്ശൂരും എനിക്ക് തെറ്റുപറ്റി, അബദ്ധം പറ്റി. ആലത്തൂരിൽ എൻ്റെ പ്രവചനം ശരിയായി. തിരുവനന്തപുരത്ത് ഞാൻ പ്രവചിച്ചത്, ഞാൻ ക്യാമ്പയിൻ നടത്തിയതും രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടിയിട്ട്, BJPക്ക് വേണ്ടിയിട്ട്. വയനാട്ടിൽ പ്രവചനം നടത്തേണ്ട ആവശ്യമില്ലല്ലോ. പ്രവചനം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം കുറയുന്നുള്ളത് മാത്രമാണ് പ്രവചിച്ചത്. അത് ഞാൻ ഈ പറഞ്ഞതിലാകെ തെറ്റിപ്പോയത്, തൃശ്ശൂർ CPIക്ക് പകരം സുരേഷ് ഗോപി ജയിച്ചു. സുരേഷ് ഗോപി തോക്കുന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അവിടെ ഒരു പ്രവചനം ശരിയായി, കോൺഗ്രസ് 3ാം സ്ഥാനത്ത് പോയി. അതേപോലെ തന്നെ തെറ്റിപ്പോയ 2ാമത്തെ സ്ഥലം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്ത് ഞാൻ രാജീവ് ചന്ദ്രശേഖർ ജയിക്കുന്നു പറഞ്ഞു, ശശി തരൂർ തോക്കുന്നു പറഞ്ഞു. CPI പതിവ് പോലെ 3ാം സ്ഥാനത്ത് പോകുമെന്നും പറഞ്ഞു. അവിടെ തെറ്റുപറ്റിയത് രാജീവ് ചന്ദ്രശേഖർ തോറ്റു എന്നുള്ളതാണ്. ആലത്തൂര് ഞാൻ പറഞ്ഞു, ഇത്തവണ ഇടതു മുന്നണിക്ക് കേരളത്തിൽ കിട്ടുന്ന ഏക സീറ്റ് അത് ആലത്തൂരായിരിക്കും, ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പെന്ന് പറഞ്ഞു. അത് ശരിയായി. അപ്പം ഒരു സ്ഥലത്ത് CPMന്, 2 സ്ഥലത്ത് CPIക്ക്, ഒരു സ്ഥലത്ത് BJPക്ക് അനുകൂലമായിട്ട് നിന്ന ഞാൻ ബാക്കി 16 സീറ്റിലും UDFന് അനുകൂലമായിട്ട് നിന്നു. അതായത് കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫിന് അനുകൂലമായിട്ട്, കൊല്ലത്ത് RSPക്ക് അനുകൂലമായിട്ട്, മലപ്പുറത്തും പൊന്നാനിയിലും മുസ്ലിം ലീഗിന് അനുകൂലമായിട്ട്, ബാക്കി 12 സീറ്റിലും കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുത്ത്. അതാത് മണ്ഡലങ്ങളുടെ സാഹചര്യം, രാഷ്ട്രീയമായ പശ്ചാത്തലം ഒക്കെ കൂടെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ സമീപനം സ്വീകരിച്ചത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അതിലെ പ്രവചനം ഞാൻ പറഞ്ഞല്ലോ, 2 സ്ഥലത്തെ പ്രവചനം തെറ്റിപ്പോയി. ബാക്കി 18 മണ്ഡലങ്ങളിലും ആ പ്രവചനം വളരെ കൃത്യമായിട്ട് ശരിയാവുകയും ചെയ്തു. ഏത് കണ്ണുവോട്ടനും പ്രവചിക്കാൻ പറ്റുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുള്ളത് ഈ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. അവിടെ പലരും ഞാൻ അങ്ങനെ പറഞ്ഞപ്പോഴും പറഞ്ഞു സുരേഷ് ഗോപി ജയിക്കുന്ന തന്നെയാണ് പറഞ്ഞത്. ഞാൻ വിശ്വസിക്കുന്നത് പൂരം കൊണ്ട് മാത്രമാണ്, പൂരം കലങ്ങിയത് കൊണ്ട് മാത്രമാണ് സുരേഷ് ഗോപി ജയിച്ചതെന്നും, ഇല്ലെങ്കിൽ VS സുനിൽകുമാർ അവിടെ ജയിക്കുമായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. സുരേഷ് ഗോപി ജയിച്ച് പൂരം കലങ്ങിക്കൊണ്ട് മാത്രമാണ്. അടുത്തത്, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ചേലക്കര മണ്ഡലത്തിൽ ഞാൻ രമ്യ ഹരിദാസ് ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റേ പ്രദീപ് നല്ലൊരു ചെറുപ്പക്കാരനാണ്, ഒക്കെയാണ്. പക്ഷേ ഈ 5-6 മാസം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് തോക്കണമെന്ന്, ഏറ്റവും UDFൻ്റെ സ്ഥാനാർത്ഥികളിൽ ഏറ്റവും തോക്കണമെന്ന് ഞാൻ അത്രയും തോക്കുമെന്ന് ഞാൻ പറയുകയും രമ്യക്കെതിരെ സ്റ്റോറി ചെയ്യുകയും ചെയ്ത ഞാൻ 6 മാസം കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും മത്സരിക്കുമ്പോൾ രമ്യയുടെ കൂടെ മനസ്സോട്ട് നിൽക്കുന്നത്, രമ്യ ജയിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്താവും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതിനനുകൂലമായിട്ടുള്ള സ്റ്റോറികളാണ് ഫ്രെയിം ചെയ്തത്. എന്നാൽ പാലക്കാട് മണ്ഡലത്തിൽ ഞാൻ നേരെ തിരിച്ചാണ്. അവിടെ BJP ജയിക്കണം തന്നെയാണ്. കാരണം നിലവിലുള്ള ഒരാളെ ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്ന രീതിയിൽ ഇവരിങ്ങനെ മത്സരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചേലക്കരയിലും പാലക്കാട് അനാവശ്യമായ തെരഞ്ഞെടുപ്പാണ്. ഇതിൻ്റെ വേണ്ടിയിട്ട് ചെലവഴിക്കപ്പെടുന്ന പൈസ നമ്മളെ നികുതിപ്പെടുത്തുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന് എത്ര പൈസ ചിലവാകുന്നത് ആലോചിച്ച് നോക്കുക. അത് വേറെ എന്തെല്ലാം കാര്യത്തിന്. ഇവിടെ ഇപ്പം തന്നെ തൃശ്ശൂരുള്ള ഒരു വ്യക്തി വിളിച്ചിരുന്നു. അദ്ദേഹത്തിന് കുറച്ചു കാലം മുമ്പ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യണം. സാമ്പത്തികമായിട്ടൊരു ശേഷിയില്ല. കേരളത്തിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പലതിലും
ബൈപ്പാസ് സർജറി ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല, ഒക്കെ ചെയ്തു കൊടുക്കാനുള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അങ്ങനെ പിന്നെ നിർധനരായ രോഗികളെ സഹായിക്കാൻ, വീടില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാനൊക്കെ ഉപയോഗിക്കപ്പെടേണ്ടുന്ന പൈസ ഇങ്ങനെ ദുർവ്യയം ചെയ്യുകയാണ്. അനാവശ്യമായിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായിരുന്നാലും എൻ്റെ ഇപ്പോഴത്തെ നിലപാട് ഇതാണ്. പാലക്കാട് BJP, ചേലക്കര പിന്നെ കോൺഗ്രസും രമ്യ ഹരിദാസും എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരോധിയൊന്നുമല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് സ്ഥലത്ത് CPIക്ക് അനുകൂലമായിട്ടുള്ള സ്റ്റാൻഡ് എടുക്കില്ലല്ലോ. തൃശ്ശൂർ CPIക്ക് അനുകൂലമായിട്ടാണ് സ്റ്റാൻഡ് എടുത്തത്, വയനാട്ടിൽ ആനിരാജയ്ക്ക് അനുകൂലമായിട്ടാണ് സ്റ്റാൻഡ് എടുത്തത്. ഭൂരിപക്ഷം കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ പറഞ്ഞിരുന്നത്. പക്ഷേ ആനിരാജ വല്ലാതെ വോട്ട് പിടിച്ചില്ല. എന്നാൽ സുരേന്ദ്രൻ നന്നായിട്ട് വോട്ട് പിടിച്ചതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറേ നന്നായിട്ട് കുറഞ്ഞു. ഏകദേശം 360 എത്തി. പിന്നെ 4-യോടെ അടുത്തുണ്ടായിരുന്നതാണ്. അതേസമയം ഇവിടെ ഈ രണ്ട് മണ്ഡലങ്ങളിൽ CPIയോടും ചേലക്കരയിൽ മുൻമന്ത്രി രാധാകൃഷ്ണൻ ചേലക്കരയിൽ CPMന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്. അപ്പം രാഷ്ട്രീയമല്ല, ഒരു പാർട്ടിയുടെ വിധേയത്വം ഉണ്ടാവുന്നതല്ല. ആ പാർട്ടികൾക്ക് എടുക്കുന്ന സമീപനങ്ങൾക്കനുസരിച്ച് ഇഷ്യൂ ബേസിലാണ് കാര്യങ്ങളെ കാണുന്നത്. രണ്ടാമത്തെ സ്ഥാനാർത്ഥികളും ഒരു ഫാക്ടറാണ്. സ്ഥാനാർത്ഥികളും അതിൽ രണ്ട് ഭാഗത്തുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു കമ്പയറിംഗും കൂടി നമ്മൾ നടത്തിപ്പോകും. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു സമീപനം ആ കാര്യത്തിൽ എന്നുള്ളത്. കാരണം ഇപ്പം എന്നോട് ഇവർ വ്യക്തിപരമായി പറഞ്ഞുകൊണ്ട് മറ്റു പലർക്കും അങ്ങനെ ചോദിക്കാനുള്ള സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാതിരിക്കുന്നവരുണ്ടാവും. ആ സംശയത്തിന് നിവാരണം വരുത്താൻ വേണ്ടിയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാക്കാം.